ഇന്ന് നമുക്കൊരു അടിപൊളി 5.1 റിമോട്ട് കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയർ നമ്മുടെ തന്നെ ഒരു പഴയൊരു കസ്റ്റമർ, ഏകദേശം ഒരു 13 വർഷമായിട്ട് എൻ്റെ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മുതലിനെ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് 2 ആംപ്ലിഫയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ വീണ്ടും ആൾ പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ ഈ ആംപ്ലിഫയർ കൂടെ കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ എൻ്റെ ഒരു 13 വർഷമായിട്ടുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു കസ്റ്റമറാണ്, സബ്സ്ക്രൈബർ കൂടിയാണ്. കാരണം ആളിപ്പോൾ എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഇവനെ പരിചയപ്പെട്ടാലോ. ഇവിടെ നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അടിപൊളി അക്രിലിക് പാനലാണ് നമ്മൾ ഈ ആമ്പിന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വെറൈറ്റി ലുക്ക് തരുന്ന ഒരു അടിപൊളി അക്രിലിക് തന്നെയാണ് നമ്മൾ ഈ ആമ്പിന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കസ്റ്റമർ ഒരു അനലോഗ് ആംപ്ലിഫയർ ഒന്ന് ഡിജിറ്റൽ ആംപ്ലിക്ക് ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് റിമോട്ട് കിറ്റ് ആമ്പ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ എത്ര നാളും നമ്മുടെ കൺട്രോൾ ബേസ് ചെയ്തിട്ടുള്ള ആമ്പാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെയിം ഇവിടെ നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് കൺട്രോളായിട്ട് നമ്മൾ സബിൻ്റെ വോളിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ നമ്മൾ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്വിച്ച് നമ്മളിവിടെ റിംഗ് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെ നമ്മുടെ US മൊഡ്യൂളിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ വന്നിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ എൻകോഡറാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. അപ്പോൾ ആംപ്ലിഫയർ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കാര്യങ്ങളൊക്കെ പറയാം, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോർമൽ സ്പീക്കർ സോക്കറ്റും അതേപോലെ തന്നെ ജസ്റ്റ് ഓക്സ് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ അവിടെ 5.1 യൂസ് ചെയ്യുന്നില്ല. ആൾക്ക് പാട്ട് കേൾക്കണം, കുറച്ച് സറൗണ്ട് എഫക്റ്റൊക്കെ വേണമെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ആൾ ഇത്ര നാളും സ്റ്റീരിയോ ആണ് ആൾ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു സറൗണ്ട് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു റിമോട്ട് കിറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ആമ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. അപ്പോൾ നമുക്കിവിടെ ആംപ്ലിഫയർ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇതുവരെയും ആരും ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഡി വിത്ത് ക്ലാസ് AB കാറ്റഗറിയിൽ ഇതുവരെയും വേറെ ആരും അങ്ങനെ ആംപ്ലിഫയർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും തോന്നുന്നു ഫസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോളാം. ഞാൻ 2-3 വട്ടം സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എവിടെയും ഞാനത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ 2 പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് SMPS പവർ സപ്ലൈ, പിന്നെ ഒന്ന് വന്നിട്ട് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ SMPS നമ്മൾ ക്ലാസ് ഡി ആമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 15 ആംപിയറോളം ക്യാപ്പബിലിറ്റി ഉള്ള ഒരു SMPS ആണ് ഞാനിവിടെ യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ക്ലാസ് ഡിയുടെ 50 വാട്ട്സ് പെർ ചാനൽ വരുന്ന ബോർഡുകളാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റിനും സറൗണ്ട് ലെഫ്റ്റ് റൈറ്റിനും ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു 100 വാട്ട് വരുന്ന സെൻട്രൽ ചാനലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ, അതായത് ട്രാൻസ്ഫോമറായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ സബ് ഓഫർ ആംപ്ലിഫയറാണ് ക്ലാസ് ABയിൽ വരുന്നത്. ബാക്കിയെല്ലാതും ക്ലാസ് ഡിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ എൻ്റെ തന്നെ ഒരു ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 260 വാട്ട്സ് 300 വാട്ട്സ് വരെയൊക്കെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ആമ്പാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് കുറച്ച് ഡീപ്പ് ഹാർഡ് ബാസാണ് നമ്മുടെ ഈ കസ്റ്റമർക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആൾക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇത്ര കാലം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കത് കേട്ട് മടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണം. അപ്പോൾ അത് ഈ രീതിയിലാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ആൾക്കിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലാണ് റിമോട്ട് കിറ്റും
അതിൻ്റെ പവർ സപ്ലൈ ഒക്കെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സബ് ഫ്രീ ഞാൻ കസ്റ്റമർ പറഞ്ഞ പോലെ നല്ലൊരു ഹാർഡ് പഞ്ചിങ് വരുന്ന രീതിയിലാണ് സബ് ഫ്രീ ഇവിടെ നമ്മൾ ട്യൂൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ക്ലാസ് ഡി ബോർഡിന് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ യാതൊരു ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി സ്പീക്കർ പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിലേ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു പോപ്പപ്പ് നോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെ ഡിലേ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ പോപ്പപ്പ് നോയ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പക്കയായിട്ട് തന്നെ ഇതിനെ നമുക്ക് നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കസ്റ്റമർ ജസ്റ്റ് ടി വിയിൽ നിന്ന് കൊടുക്കാനും പിന്നെ ആൾ MP3 വർക്ക് ചെയ്യിക്കാനാണ് ആൾ മെയിനായിട്ട് ഇതെൻ്റെ ഇപ്പോൾ ചെയ്ത് കൊണ്ടുപോകണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 55 വോൾട്ടോളാണ് നമ്മൾ ഈ സബിൻ്റെ ബോർഡിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 24 വോൾട്ടാണ് നമ്മളിവിടെ SMPS യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ആമ്പാണ്. ശരിക്കും ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഒരു പരീക്ഷണത്തിലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 10 വണ്ടിയിലേക്ക് ഒരു 4-5 ബസ്സുകളും പിന്നെ ഓട്ടോറിക്ഷ അങ്ങനെ ടൂറിസ്റ്റർ ഇതിലേക്കൊക്കെ ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഞാൻ വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ കുറച്ചധികം വെല്ലുവിളികളുണ്ട്. കാരണം നമുക്കിതിനെ പ്രോപ്പറായിട്ട് അലൈൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നോയ്സ് തല്ലി കളഞ്ഞാൽ പോവില്ല. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും നോയ്സ് അറസ്റ്റ് ആവില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഡി ബോർഡുകൾ സ്വിച്ചിങ് കുറച്ച് സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം പാടാണ്. നോയ്സ് പെട്ടെന്ന് കയറി പിടിക്കും. നമ്മളത് പ്രോപ്പറായി നോക്കിയിട്ട് തന്നെയാണ് നമ്മളിതിനെ അലൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കണത്. അപ്പോൾ നല്ലപോലെ ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഈ ആമ്പും ഉണ്ടായത്. അപ്പോൾ ഇത് 2-3 നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഒരു ഐഡിയ എനിക്ക് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യാതൊരു നോയ്സ് ഹമ്മിങ് എരമ്പൽ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഓഡിയാണ്. അതേപോലെ തന്നെ ഈ റിമോട്ട് കിറ്റും ഞാൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ട്രബിൾ ഞാൻ ഇതിന് മാച്ചാവുന്ന രീതിയിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സറൗണ്ടും സെൻറ്ററും ഞാൻ വേറെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിതിൻ്റെ ഓഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും നല്ല ഒരു 60% മുകളിൽ നമുക്കൊരു റിയൽ 5.1 എഫക്റ്റ് കിട്ടുന്ന പോലെ തന്നെ ഞാനിതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഞാൻ സെൻറ്ററും ലെഫ്റ്റും റൈറ്റും ഒരു സബ്ബാണ് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഓഡിയോ ചെക്ക് ചെയ്യണത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. പിന്നെ ഈ ക്ലാസ് ഡിയുടെ ഇതിലിപ്പോൾ കുറേ പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവർക്ക് നോയ്സ് ഭയങ്കര പ്രശ്നമാണ്, പലയിടത്തും നോയ്സ് ഇല്ല എന്ന് പറഞ്ഞ് വീഡിയോ കണ്ട് മേടിച്ചിട്ടുള്ള ആമ്പുകളൊക്കെയാണ്. പക്ഷേ അതിന് നോയ്സ് അരമ്പല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൊല്യൂഷനൊക്കെ ഞാൻ വീഡിയോസിലിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് ഡി ഞാൻ കുറേ നാളായിട്ട് നമ്മൾ പരീക്ഷണത്തിലുണ്ട്. ഓൾറെഡി 2017 നമ്മൾ സ്വന്തമായിട്ട് ക്ലാസ് ഡി ചെയ്തതാണ്. പിന്നെ നമ്മളത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ആ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ ക്ലാസ് ഡി നല്ല വർക്കിംഗ് ഉള്ള ഒരു പവർ ആമ്പ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചിപ്പുകൾക്കനുസരിച്ചിട്ട് ഓഡിയോയുടെ ഔട്ട്പുട്ട് മാറും. അതേപോലെ തന്നെ ബോർഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും ഓഡിയോ ക്ലാരിറ്റി ചേഞ്ച് ആവും. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് ഓവറോൾ പെർഫോമൻസൊക്കെ ക്ലാസ് എ ബി പോലെ തന്നെയാണ്. വേറെ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. ഹീറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്പേസ് കുറവാണ്. ഇതൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് നോക്കിയിട്ടുള്ള ഒരു ലാഭം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഡിയുടെ കാര്യങ്ങൾ നമുക്ക് തുടരുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് ഐഡിയാസൊക്കെ വരും നമ്മുടെ കൂട്ടുകാർക്കും ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കൂടുതലും കുറേ ക്ലാസ് ഡി ബോർഡ് വെച്ചിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് തൃപ്തി അങ്ങോട്ട് വന്നിരുന്നില്ല. അപ്പോൾ കുറച്ച് ബോർഡുകളാണ് എനിക്ക് സെറ്റായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും സെറ്റായിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ വീഡിയോയിൽ പറയുന്ന പോലെ ഒന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഔട്ട്പുട്ടൊന്നും ഇല്ല. കുറച്ച് വേറെ രീതിയിലേക്കാണ് വർക്ക് ചെയ്യണത്. നമ്മുടെ ചില ക്ലാസ് എ ബി വരുന്ന ആമ്പുകൾ പോലെ തന്നെയാണ് ക്ലാസ് ഡിയിലും അതേപോലെ തന്നെ വരുന്നുണ്ട്. അല്ലാതെ എല്ലാതും 100% പെർഫെക്റ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്കിനി ഓഡിയോ ടെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ആംപ്ലിഫയർ ചെയ്യാനോ അതുപോലെ നിങ്ങളുടെ ആംപ്ലിഫയറുകൾ അപ്ഗ്രേഡ് ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആമ്പുകൾ മേക്ക് ചെയ്തെടുക്കാം. നമുക്ക് മാക്സിമം നമ്മൾ 1 മാസം 2 മാസമൊക്കെയാണ് മാക്സിമം നമ്മൾ ടൈം ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലാഗ് വരുന്നത്. എന്നാലും ഞാൻ പറയുന്നതിൻ്റെ ഒരു ടൈമിൽ തന്നെ നമ്മൾ മാക്സിമം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അധികം ലാഗ് കാര്യങ്ങളൊന്നും വരാറില്ല.
അപ്പോൾ ഇനി നേരെ നമുക്ക് ഓടി ടെസ്റ്റിലേക്ക് പോകാം. ഓടി കേട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ഫുള്ള് കണക്ഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് ഫാൻ നോയ്സ് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMPSൻ്റെ ഫാന് നല്ല സ്പീഡിലാണ് കറങ്ങുക. പിന്നെ നമ്മുടെ ആമ്പിൻ്റെ ഇത് ഞാൻ സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ SMPSൻ്റെ ഫാന് അത്യാവശ്യം സ്പീഡിലാണ് കറങ്ങുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നോയ്സ് ഉണ്ടാവും. അതും അരോചകമുള്ള നോയ്സല്ല, നമുക്കൊരു നോർമലി വരുന്ന ഒരു സൗണ്ടാണ്. ശരിക്കും നമ്മളിവിടെ കേസ് വരുമ്പോൾ ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ശരിക്കും ഓപ്പണിൽ വരുമ്പോൾ സൗണ്ട് വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് കേസ് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ വേറെ നോയ്സ് കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലോസ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്ക് ആ ഫാൻ നോയ്സ് ഫീൽ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഫാൻ നോയ്സ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് നേരെ ബാക്കി സ്പീക്കറൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഇപ്പോൾ നമുക്ക് ഫുള്ള് ലോഡിലാണ് ആകുമ്പോൾ നിൽക്കുന്നത്. ഓടിയിടാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ആംപ്ലിഫയറുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ ആംപ്ലിഫയർ അപ്ഗ്രേഡ് ചെയ്യാനോ സർവീസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ വെറൈറ്റി ആംപ്ലിഫയറുകൾ നമ്മൾ ചെയ്തതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.